കടലിലെ ചില വിശേഷങ്ങൾ കാണാം. ഈ കടലിന് അറബിക്കടൽ എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രം എന്ന സമുദ്രത്തിന് ഇന്ത്യയുടെ പേര് ഉണ്ട്. എന്നാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കടലിന് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് വന്നിട്ടില്ല. അറബിക്കടലിനാണ് വന്നിട്ടുള്ളത്. അതിന് കാരണം അറബികളായിരുന്നു കടലിലൂടെ കൂടുതൽ സഞ്ചരിച്ചിരുന്നത്. ഭാരതീയർ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നത് തെറ്റാണെന്ന് കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഗാന്ധിജി ലണ്ടനിലേക്ക് പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഗുജറാത്തിലെ വൈഷ്ണവർ അദ്ദേഹത്തെ ജാതി ഭ്രഷ്ടനാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കടൽ യാത്രക്കാരായ അറബികൾ ലക്ഷദ്വീപിൽ സെറ്റിൽ ചെയ്തുകൊണ്ടായിരിക്കണം ലക്ഷദ്വീപിൽ കൂടുതലും മുസ്ലിങ്ങളാകാനും കാരണം. മുമ്പ് ഈ ഭാഗത്ത് കടലെല്ലാം മുകളിലോട്ട് വന്നിരുന്നു. ഇപ്പോൾ കടൽ പിൻവലിഞ്ഞു. അവിടെ മൺതിട്ടകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. കടലിൻ്റെ സ്വഭാവം പ്രവചനാതീതമാണ്. കടലിൽ വല വീശി മീൻ പിടിക്കുന്നവരാണിവർ. പക്ഷേ ആർക്കും മത്സ്യമൊന്നും കിട്ടിയിട്ടില്ല. ഈ ഭാഗത്ത് വന്നപ്പോൾ സാധാരണ കാണാത്ത ഒരു ദൃശ്യം കണ്ടു. കുറച്ച് ഞണ്ട്, കരയിൽ കാണുന്ന ഞണ്ട് അതിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഈ കരയിൽ കണ്ടു. അവിടെ ചില കാക്കകളും കണ്ടു. അത് സാധാരണ ആളുകളെ കണ്ടാൽ ഓടിപ്പോകുന്നതാണ് ഈ ഞണ്ട്. അതിൻ്റെ കണ്ണിന് എങ്ങനെയോ ഒരു ഡാമേജ് പറ്റിയതുകൊണ്ടാണത്. അതിന് ഓടാൻ കഴിയുന്നില്ല. അതുപോലെ ആളെ കണ്ടാൽ ഓടി ഒളിക്കൊന്നുമില്ല. എൻ്റെ ചുറ്റുഭാഗത്തും കാക്കകളെ കണ്ടിരുന്നു. ആ ഞണ്ടിനെ ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. ഇത്തരം ഞണ്ടുകൾ താമസിക്കുന്നത് ചെറിയ പൊത്തുകളിലാണ്. അനവധി പൊത്തുകൾ ഈ തീരപ്രദേശങ്ങളിൽ കാണാൻ കഴിയും. വെള്ള നിറത്തിൽ കരയിൽ കാണുന്നത് മരമാണ്. അത് കടലിലൂടെ ഒഴുകിയെത്തിയതാണ്. ഇവിടെ കരഭാഗത്ത്
വഞ്ചികളെല്ലാം കാണാം, വലകളും എല്ലാം കാണാം. മത്സ്യത്തിൻ്റെ വരവും കാത്ത് ഇരിക്കുന്നവരാണ് ഇവർ. മീനുമായി കരയെ ലക്ഷ്യമാക്കി ഒരു വഞ്ചി ഇപ്പോൾ വരുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ വഞ്ചികളെല്ലാം മോട്ടോർ ഘടിപ്പിച്ചതുകൊണ്ട് തുഴയേണ്ട ആവശ്യമില്ല. കടലിൽ വേറെയും ബോട്ടുകളും വഞ്ചികളൊക്കെ കാണാം. കരയിലുള്ള എല്ലാവരും കൂടി ഇപ്പോൾ വഞ്ചി അടുപ്പിക്കുകയാണ്, കരയിലേക്ക് എടുക്കുകയാണ്. റബ്ബർ കൊണ്ടുള്ള ഒരു റോളർ മേലാണ് വഞ്ചി ഉരുട്ടി മുകളിലോട്ട് കരയിലോട്ട് കയറ്റുന്നത്. വളരെ കുറച്ച് മത്സ്യമേ വഞ്ചിയിൽ കാണുന്നുള്ളൂ. ഇപ്പോൾ സീസൺ മോശമാണ്. മത്സ്യം കരയിലെത്തിയാൽ ലേലം വിളിച്ചാണ് വിൽപ്പനക്കാർ എടുക്കുക. ഇവിടെ 2 കൊട്ട മത്സ്യത്തിന് 40 എന്ന് പറയുന്നത് 4000 രൂപയാണ്. 19, 40, 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
ഇവിടെ മത്സ്യ വിൽപ്പനക്കാരുടെ വാഹനങ്ങൾ കാണാം. കുറേ പൂച്ചകളെയും കാണാം. പൂച്ചകൾ മീൻ തേടി കടലിലേക്ക് വരെ എത്തിയിരിക്കുന്നു.